ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഓണസദ്യയിലെ മെയിൻ വിഭവമായ അവിയൽ റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി എന്നെ സപ്പോർട്ട് ചെയ്യണം. കുക്കറിൽ 10 മിനിറ്റ് കൊണ്ട് തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അവിയലിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ക്യാരറ്റ്, പച്ചക്കായ, കൈപ്പങ്ങ അല്ലെങ്കിൽ പാവയ്ക്ക, പിന്നെ മുരിങ്ങേൻ്റെ കായ, പിന്നെ പയറ്, ഇളവൻ, ഇതൊക്കെ ഓപ്ഷനലാണ്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ചേനയാണ്. ഈ പച്ചക്കറികളെല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇനിയും വെജിറ്റബിൾ ചേർക്കുന്നവരുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് വേഗത്തിൽ വെന്ത് കിട്ടും. ഇത്രയും ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിൽ വേവാനുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി അരപ്പൊഴിക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കും. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലടിയുന്നവരെ വേവിച്ചെടുക്കാം. ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ചിരകിയ തേങ്ങയിലേക്ക് പച്ചമുളക്, അധികം പുളിയില്ലാത്ത തൈര് ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഒരു 1/2 ഗ്ലാസ് തൈരാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വെന്ത് വന്ന അവിയൽ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് ഒറ്റ വിസിലിൽ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവിയലിൽ കുറച്ചുകൂടി വെള്ളം വേണം. നമുക്ക് ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പാർന്നു കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ലൂസാകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വറവിന് പകരം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടി ഒഴിച്ച് കൊടുക്കാം. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും എത്താം. സ്റ്റേ ട്യൂൺ.